സമ്പൂർണ്ണ ഭവന പദ്ധതിയുമായി കുമരംപുത്തൂർ പഞ്ചായത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തെ 25.98 കോടിയുടെ ബജറ്റ് ധനകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ റസീന വറോഡൻ അവതരിപ്പിച്ചു. 10 കോടി രൂപയാണ് ഭവന നിർമ്മാണത്തിന് നീക്കിവച്ചിരിക്കുന്നത്. ഈ 4 വർഷവും നമ്മൾ ഒന്നാം സ്ഥാനത്താണ്. നമ്മുടെ ഗ്രാമീണ റോഡുകൾ ഏകദേശം 90% ഗതാഗത യോഗ്യമാണ്. 270ഓളം ഗ്രാമീണ റോഡുകൾ നമ്മൾ പുതുതായി കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. കുടിവെള്ള മേഖലയിൽ നമ്മുടെ ഭരണസമിതി ചുമതല ഏൽക്കുമ്പോൾ പുതിയ കണക്ഷൻ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ പുതിയ കണക്ഷൻ കൊടുക്കുകയും കുടുംബശ്രീ സംവിധാനത്തിലൂടെ കുടിവെള്ള ചാർജ് ഈടാക്കാൻ തുടങ്ങിയതോടെ വരുമാനം പടിപടിയായി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. 25,98,34,969 രൂപ വരവും 24,92,51,600 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 1,05,83,369 രൂപ നീക്കിയിരിപ്പാണ്. 10 കോടി രൂപയാണ് ഭവന നിർമ്മാണത്തിന് നീക്കിവച്ചിരിക്കുന്നത്. പശ്ചാത്തല മേഖലയുടെ വികസനത്തിന് 6,03,50,000 രൂപയും പഞ്ചായത്തിലുടനീളം തെരുവിളക്ക് സ്ഥാപിക്കുന്നതിനായി ജ്യോതിപ്രഭ എന്ന പേരിൽ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് 1 കോടി രൂപയും, ദാരിദ്ര്യ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് 55 ലക്ഷം രൂപയും, ഉൽപാദന മേഖലയിൽ 79,26,720 രൂപയും, വനിതാ വികസനത്തിന് 36,45,440 രൂപയും, കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും വികസനത്തിന് 18,22,720 രൂപയും, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വിവിധ പ്രവർത്തനങ്ങൾക്കായി 6 കോടി രൂപയും, അനിവാര്യ ചുമതലകൾക്കായി 1,08,71,200 രൂപയുമാണ് നീക്കിവച്ചിരിക്കുന്നത്. പാലിയേറ്റീവ് രോഗി പരിചരണത്തിന് 30 ലക്ഷവും, വനിതകൾക്ക് ഓട്ടോറിക്ഷ വിതരണം 12 ലക്ഷം, അംഗൻവാടി പോഷകാഹാരം 60 ലക്ഷം, ജനറൽ ഭവന പുനരുദ്ധാരണത്തിന് 13.5 ലക്ഷം, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് 28 ലക്ഷം, വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം 4.12 ലക്ഷം, പട്ടികജാതി ബിരുദ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങൽ 10 ലക്ഷം, പട്ടികജാതി ഭവന പുനരുദ്ധാരണം 27 ലക്ഷം എന്നിങ്ങനെയുള്ള വിവിധ പദ്ധതികളാണ് ബജറ്റിലുള്ളത്. ബജറ്റ് അവതരണ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ അമ്പാടത്ത് അധ്യക്ഷനായി. പശ്ചാത്തല മേഖലയിൽ വൻ പുരോഗതി കൈവരിക്കുന്നതിനും ഈ ബഡ്ജറ്റിൽ വിഭാവനം ചെയ്യുന്നു. വസ്തുനികുതി കുടിശ്ശിക, കരം, തൊഴിൽ നികുതി, ലൈസൻസ് ഉൾപ്പെടെയുള്ള ഫണ്ട് സമാഹരണത്തിന് മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം പുരോഗതി കൈവരിക്കുന്നതിനായി നമ്മുടെ കൂട്ടായ പരിശ്രമങ്ങൾ ഫലം കണ്ടിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ അരനൂറ്റാണ്ടിലധികം പഴക്കമുള്ള കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കുന്നതിനാണ് നമ്മൾ അഭിമാനകരമായ നേട്ടമാണ്. ഈ ഭരണസമിതിക്ക് മുമ്പ് തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഭരണസമിതി ഉള്ളത്. പുതിയ തലമുറയുടെയും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാനങ്ങൾ കണ്ടറിഞ്ഞ് സമഗ്ര മേഖലയിലും വികസനം എത്തിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി പദ്ധതികളാണ് മുൻവർഷത്തെ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയിരിക്കുന്നത്. CCN മണ്ണാർക്കാട്.